കണ്ണപുരം ബേബി കൃഷിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഓണറേറിയമില്ല. 35-ലധികം കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെ. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണപുരത്താണ്. കണ്ണപുരത്ത് ബേബി കൃഷി എന്ന് പറയുന്നൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപിച്ചൊരു സ്ഥാപനമായിരുന്നു. ഇപ്പോഴും ഇവിടെ 35-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ അധ്യാപകരുടെ അവസ്ഥ ഏറെ വിഷമകരമാണ്. കുട്ടികൾക്ക് വേണ്ടി സൗജന്യമായിട്ട് സേവനം ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടുത്തെ ടീച്ചർ അല്ലേ, പേരെന്താ? തങ്കമണി. എത്ര വർഷമായി തങ്കമണി ജോലി ചെയ്യുന്നത്? ഞാൻ 29 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. 29 വർഷമായിട്ട്. എങ്ങനെയായിരുന്നു ശമ്പളവും കാര്യങ്ങളൊക്കെ? ഓണറേറിയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് 300 രൂപയും 500 രൂപയായിരുന്നു. അന്നേരം ഞാൻ ആദ്യം ഹെൽപ്പറായിട്ടാണ് കയറിയത്. അപ്പോൾ ടീച്ചറിന് 500 രൂപയും ഹെൽപ്പറിന് 300 രൂപയായിരുന്നു. ഇപ്പോൾ 6500 ആയിട്ടുണ്ട് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ. പക്ഷേങ്കിൽ 2025 മുതൽ ഇങ്ങോട്ട് കേന്ദ്ര ഗവൺമെൻറ് സ്കീം നിർത്തലാക്കിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് 2016 മുതൽ ഓണറേറിയം 16-ലെ 10 മാസത്തെ ഓണറേറിയം കിട്ടാനുണ്ട്. 2016-ലെ 23 മുതൽ ഇങ്ങോട്ടുള്ള 25 വരെയുള്ള ഓണറേറിയവും കിട്ടാനുണ്ട്. പക്ഷെ ഇപ്പം നാട്ടുകാരുടെ ഒരു സഹകരണത്തോടെയാണ് നമ്മളിത് നടത്തിക്കൊണ്ടു പോകുന്നത്. നാട്ടുകാരെ നല്ലൊരു സഹകരണത്തോടെയാണ് ഈ കൃഷി നടത്തിക്കൊണ്ടു പോകുന്നത്. പഞ്ചായത്തും ഇപ്പോൾ ഇടപെടുന്നുണ്ട്. എത്ര കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്? ഇവിടെ 38 കുട്ടികളുണ്ട് പഠിക്കുന്നത്. 38-40 കുട്ടികളോളം ഉണ്ട്. 1 വയസ്സും 2 മാസം മുതലുള്ള കുട്ടികളുണ്ട്. 2 വയസ്സിന് താഴെയുള്ള 4-5 കുട്ടികളുണ്ട്. സാധാരണ നമുക്ക് അംഗൻവാടി എന്ന് പറയുന്ന സമയത്ത് ഏകദേശം ഒരു 3 വയസ്സിന് ശേഷമുള്ള കുട്ടികളാണ്. 0 to 6 ആണ്. 0 to 6 ആണ്. ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പഠിപ്പിക്കുന്നുണ്ട്. അതിനാണ് യാതൊരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് കിട്ടാത്തതുകൊണ്ടാണ് പ്രധാനപ്പെട്ട കാരണമായിട്ട്. നമുക്കറിയാം, കൃഷി എന്ന് പറയുമ്പോൾ കണ്ണപുരം കൃഷി എന്ന് പറയുമ്പോൾ കുട്ടികൾ കലാരംഗത്തൊക്കെ വളരെ മികച്ച നിലവാരത്തിൽ പുലർത്തുന്ന കുട്ടികളാണ്. കാരണം ഈ പ്രദേശത്തുണ്ടാകുന്ന കലാപരിപാടികളിലൊക്കെ, ഉത്സവങ്ങളിലൊക്കെ നടക്കുന്ന കലാപരിപാടികളിലൊക്കെ നമ്മുടെ കൃഷിയിലെ കുട്ടികൾ നല്ല പരിപാടികൾ അവതരിപ്പിക്കുന്ന കുട്ടികളാണ്. അതിനാവശ്യമായിട്ടുള്ള പരിശീലനം നിങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരം പരിശീലനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അങ്ങനെ ഒരു സഹായവും ഇല്ല. ഞാൻ എൻ്റെ മക്കളെ, എനിക്കൊന്നും കിട്ടുന്നില്ലെങ്കിലും എൻ്റെ മക്കളോട് ഞാൻ നീതി പുലർത്താറുണ്ട്. കാരണം അംഗൻവാടി കലോത്സവമായാലും എവിടെയായാലും ഓവറോൾ കിരീടടക്കം നമ്മൾ വാങ്ങിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ 3 വയസ്സുള്ള മക്കളായി ഞാൻ ഇവിടെ മൊട്ടമ്പലം സ്കൂളിലൊരു പരിപാടിക്ക് 28 കുട്ടികളെ ഞാൻ ഒരുമിച്ച് സ്റ്റേജ് കയറ്റിയിട്ടുണ്ട്. കാരണം മക്കൾക്ക്, അമ്മമാർക്ക് ഒരു പരാതി വേണ്ട എന്നുള്ള രൂപത്തിലും മക്കൾക്ക് ആകെ കിട്ടുന്നൊരു അടിത്തറയായത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഞാൻ കൊടുക്കാറുണ്ട്. എനിക്കിനി ഓണറേറിയം കിട്ടിയിട്ടില്ലെങ്കിലും എൻ്റെ മക്കളുടെ സന്തോഷമാണ്. എനിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പം എനിക്ക് ആകെയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ മക്കളുടെ ഈ സ്നേഹം മാത്രമാണ്. ഒരുപാട് കുട്ടികളല്ലേ നമ്മൾ പഠിപ്പിച്ച ഒരുപാട് കുട്ടികളാണ്. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഡോക്ടറേറ്റ് അടക്കം എടുത്തിട്ടുണ്ട്. PhD കഴിഞ്ഞ് അവരെ മക്കളെയും കൂടി ഞാനിപ്പം നോക്കാൻ തുടങ്ങി. എന്തായാലും അധികാരികളുടെ കണ്ണ് തുറക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലുള്ളൊരു സ്ഥാപനം കേവലം ഒരു സേവനമായി മാത്രം കൊണ്ടു നടക്കുകയാണ്. തങ്കമണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം നേരത്തെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണൊക്കെ ആയി നിന്ന വ്യക്തിയാണ്. ഇവരുടെ ഒരു സേവനം കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത്. ഈ സ്ഥാപനത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. ക്യാമറമാൻ അഗ്നിവേഷ് കുഞ്ഞുമംഗലത്തോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്.